രാവിലെ തന്നെ അമ്മയ്ക്കൊരു പണി വന്നിട്ടാ. ചിക്കോ പോയി വാഷിംഗ് മെഷീനിൽ തുണി ഇടാൻ പറഞ്ഞു. ഹലോ പ്രിൻസിപ്പാണേ, അപ്പോൾ നമുക്ക് ഇടിയിലാണ്. രാവിലെ തന്നെ അമ്മയുടേതായ തിരക്കിലാണ് കേട്ടാ. മല്ലി പൊടിപ്പിക്കാനുള്ള സെറ്റപ്പ് ചെയ്തോണ്ടിരിക്കണം. എന്റെ ഇന്നത്തെ ജീവിതം ആരംഭിക്കുന്ന റേഷൻ കട കേട്ടാ. അമ്മ രാവിലെ തന്നെ പണി തന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ അമ്മ റേഷൻ കടയിൽ അരി വാങ്ങിച്ചിട്ടുണ്ട്. അതിനോട് എടുത്തോണ്ടാ പറഞ്ഞു. വന്നപ്പോ അമ്മ പറഞ്ഞു, മോനെ എനിക്ക് മേലെ കയറാൻ വയ്യ, നീ തുണികളൊക്കെ എടുത്തിട്ട് വാഷിംഗ് മെഷീനിൽ കൊണ്ടുപോയി ഇട്ടോന്ന്. അങ്ങനെ ഞാൻ ജോലിക്ക് പോയിട്ട് വന്നിട്ടാ. ജോലിക്ക് പോകുമ്പോൾ ഫോടുക്കാൻ മറന്നു. തിരിച്ചു വന്നപ്പോഴോ വീടിനോടെ പിള്ളേർ നിൽക്കണു. അങ്ങനെ എനിക്ക് വെള്ളം കുടിക്കാൻ ദാഹിക്കുന്നു പറഞ്ഞിട്ടാ ജോലി കഴിഞ്ഞപ്പോ. അപ്പോഴേ എന്റെ കൂട്ടുകാരെ എനിക്ക് കിണറ്റിന്ന് വെള്ളം കോരിട്ട് തണുത്തോളം തന്നു. അങ്ങനെ നേരെ എന്റെ വീടിനോട് സജാനോടക്ക് പോയി. സജാനാണല്ലോ ഒരു കർഷകനാണ്. ആളെ കൂടെ കൂടാന്ന് വെച്ചെന്ന് ആള് കവുങ്ങോൾക്ക് വെള്ളം തിരിച്ചോണ്ടിരിക്കട്ടാ. അപ്പൊ ഞാൻ ആളെ കൂടെ കൂടി ആൾക്കൊരു നേരം പോക്കിന് വേണ്ടി. കണ്ടാ ഈ നിക്കണ കവുങ്ങോളൊക്കെ ആളുടെ അധ്വാനത്തിന്റെ ഫലമായിട്ട് നിക്കണതാട്ടാ. സമയം ഏതാണ്ട് 5:05 എല്ലാവരും ജോലി കഴിഞ്ഞ് വരുന്ന സമയാ. ഇതേ ഓരോരുത്തരും വന്നു തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ തിരിക്കുമ്പോഴേ വെള്ളത്തിന് സ്പീഡ് കുറഞ്ഞു പറഞ്ഞപ്പോഴേ ടാങ്കിൽ വെള്ളം തീർന്നു നോക്കാണ്ട് എന്നോട് കയറാനാ പറഞ്ഞു. എനിക്ക് കയറിയത് ഓർമ്മയില്ലോട്ടാ. എനിക്ക് ഉയരം പേടിയായി കാരണം എനിക്ക് തല വെച്ച് തുടങ്ങി. അപ്പനെ ഞാൻ ഇറങ്ങി. സജിയേട്ടന് പറമാത്തല്ലട്ടാ, പോത്തും മുളകും മല്ലിയും പൊടിപ്പിച്ചിറങ്ങുന്ന പരിപാടികളൊക്കെ ഉണ്ട്. അങ്ങനെ ഇന്നൊരു ചെറിയ ദിവസമായി അത് അവസാനിക്കാൻ പോണ്. അങ്ങനെ നേരെ ചായ കുടിക്കാൻ പോയി. ചായ കുടിച്ചു 1 ദിവസം കഴിഞ്ഞോട്ടാ. ജോലിക്ക് പോണ കാരണം ഒന്നും ചെയ്യാൻ പറ്റില്ല, വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല. അപ്പൊ നമുക്ക് അടുത്ത വീഡിയോ കാണാം.